സുഹൃത്തുക്കളെ, ഇന്ന് ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചിട്ട് സംസാരിക്കണം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. 22-ാം നൂറ്റാണ്ടിലെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ദിശ എന്തായിരിക്കുമെന്നും അതിൻ്റെ പ്രത്യേകതകൾ ഇന്ന് നിലവിലുള്ള രീതിയിൽ നിന്ന് എന്തെല്ലാം വ്യത്യാസമുണ്ടാവും എന്നൊക്കെ സംസാരിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ KJ തോമസ് സാറിൻ്റെ ഇന്ന് വ്യാപകമായി നിലനിൽക്കുന്ന ആ പൊതുധാരണ, അതായത് രാസവളവും കീടനാശിനിയുമാണ് നമ്മളെ രക്ഷിച്ചത്, അതല്ലെങ്കിൽ നമ്മളൊക്കെ പട്ടിണി കിടന്ന് ചത്തുപോകുമായിരുന്നു എന്ന ഒരു വ്യാപകമായ അന്ധവിശ്വാസം വളരെ ആസൂത്രിതമായിട്ടും വ്യവസ്ഥാപിതമായിട്ടും പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 22-ാം നൂറ്റാണ്ടാവുമ്പോഴേക്ക് മനുഷ്യന് ഒരു വിവേകം ഉണ്ടാവും എന്നതിന് ഉള്ള ചരിത്രപരമായ കാരണങ്ങൾ ചികയുക എന്നതാണ് ഈ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ന്യൂട്ടോണിയൻ ഫിസിക്സ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ അതുവഴി പുതുതായിട്ട് ഉണ്ടായ യന്ത്രയുഗം, ഈ മനുഷ്യനുണ്ടാക്കിയ യന്ത്രങ്ങൾ കൊണ്ട് അന്ന് വരെ ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനും വിജയകരമായി ചെയ്യാനും അതുവഴി ഉണ്ടായ ഒരു മനുഷ്യബോധമുണ്ട്. അതായത് മനുഷ്യൻ എന്തു ആവും, പ്രകൃതിയെ തന്നെ തോൽപ്പിക്കാൻ മനുഷ്യനാവും എന്ന ഒരു മിഥ്യാധാരണയുടെ കാലഘട്ടമായിരുന്നു ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് കൂടി ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെ ഒന്നായിട്ട് പൊളിച്ചു കളയുന്ന ഒന്നായിരുന്നു യഥാർത്ഥത്തിൽ ഐൻസ്റ്റൈൻ്റെ ആപേക്ഷികത സിദ്ധാന്തം, അല്ലെങ്കിൽ പൊതു ആപേക്ഷികത സിദ്ധാന്തവും അതേപോലെ പ്രത്യേക ആപേക്ഷികത സിദ്ധാന്തവും. 1905 സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും 1915 സാമാന്യ ആപേക്ഷികത സിദ്ധാന്തം അല്ലെങ്കിൽ പൊതു ആപേക്ഷികത സിദ്ധാന്തവും ഉണ്ടായി, അദ്ദേഹം അവതരിപ്പിച്ചു. അതോടുകൂടി തന്നെ മനുഷ്യൻ എന്നത് മാത്രമല്ല സയൻസ് എന്നതും മനുഷ്യൻ്റെ പരിധിയിൽ തന്നെ പെടുന്നതല്ല എന്ന ഒരു ബോധ്യം ലോകമാകെ വികസിച്ചു എന്ന് തന്നെ പറയാമെന്നർത്ഥം. അതായത് മനുഷ്യൻ പ്രകൃതിയുടെ തന്നെ ഭാഗമാണെന്നും ആ മനുഷ്യൻ്റെ രക്തവും മജ്ജയും മാംസവും അടക്കം പ്രകൃതിയുടെ ഭാഗമാണെന്നും പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഘടകമല്ലെന്നും ആ പ്രകൃതിയുടെ പരാജയം എന്നത് അവൻ്റെ തന്നെ പരാജയമാണെന്നും അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ നിന്ന് ഈ മജ്ജയും മാംസവും ഉള്ള ഈ മനുഷ്യൻ പ്രകൃതിയുമായിട്ടുള്ള ഈ സംവേദനത്തിൽ, അതായത് കൊള്ളക്കൊടുക്കൽ, കുറേ വസ്തുക്കൾ അന്തരീക്ഷത്തിൽ നിന്ന് അകത്തേക്ക് എടുക്കുന്നു, അതേപോലെ കുറേ വസ്തുക്കൾ അകത്തുനിന്ന് പുറത്തേക്ക്, ഈ കയറ്റുമതിയും ഇറക്കുമതിയും ഇതുള്ളിടത്തോളം കാലം മാത്രമേ മനുഷ്യൻ എന്ന ജീവി അവന് ജീവൻ എന്നത് ഉണ്ടാവുള്ളൂ എന്നും ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിൽ പ്രത്യേകിച്ച് നമ്മളെ ഈ ഭൂമിയിലുള്ള നമ്മുടെ സാഹചര്യം
ഈ അന്തരീക്ഷം, ഇതിൽ മാത്രമേ മനുഷ്യന് ചിന്തിക്കാനും എന്തിന് ജീവിക്കാൻ പോലും കഴിയുള്ളൂ എന്ന ഒരു ബോധം ഉണ്ടായി. അതോടുകൂടി മറ്റൊന്ന് എന്താണെന്ന് വിചാരിച്ചാൽ, മനുഷ്യൻ എന്നത് വളരെ ചെറിയ ഒരു ജീവിയാണെന്ന്, അവന് ഈ പ്രപഞ്ചത്തിനെ ഒന്നായിട്ട് ഒന്നും ചെയ്യാനാവില്ല എന്നും, മാത്രമല്ല പ്രപഞ്ച നിയമങ്ങൾക്കനുസരിച്ച് പ്രപഞ്ച നിയമങ്ങളെ മനസ്സിലാക്കി വിവേകപൂർവം അതിനെ അംഗീകരിച്ച് അത് മനസ്സിലാക്കി അതിനെ പരിപോഷിപ്പിക്കുക എന്നല്ലാതെ പ്രകൃതിയെ കീഴടക്കാം എന്ന ആ ബോധം ഇല്ലാതായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണെങ്കിലും 21-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ തുടക്കം എന്താണെന്ന് വെച്ചാൽ അത് കൃഷിയിലാണ്. കൃഷിയിൽ ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം, ഞാൻ ഇതിൻ്റെ മുമ്പ് കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. അതായത് മസനോബു ഫുക്കോക്ക എന്ന ഒരു ജാപ്പനീസ് എൻഡമോളജിസ്റ്റ്, കീടശാസ്ത്രജ്ഞൻ, തൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചു. വൺ സ്ട്രോ റെവല്യൂഷൻ എന്നായിരുന്നു അതിൻ്റെ പേര്. അതായത് ഒറ്റ വൈക്കോൽ വിപ്ലവം. അതിൽ അവതരിപ്പിച്ചത് ഒരു പുതിയ ആശയമായിരുന്നു. അതുവരെ മനുഷ്യൻ ചിന്തിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി എങ്ങനെയാണ് പ്രകൃതിയോട് ഇണങ്ങിയിട്ട് പ്രകൃതിയുടെ നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഭൂമിയിൽ, കൃഷിയിൽ, അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളിലും പ്രകൃതിയോട് ഇണങ്ങിയിട്ട് എങ്ങനെ കൂടുതൽ വിളവ്, കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കാം എന്നതിനുള്ള ഒരു സൂചകമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒറ്റ വൈക്കോൽ വിപ്ലവം. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഒരു എൻഡമോളജിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീടനിയന്ത്രണ ഗവേഷണ കേന്ദ്രത്തിലെ ഒരു സയൻറ്റിസ്റ്റായിരുന്നു. അവിടെ നിന്ന് അപ്പോൾ കീടനിയന്ത്രണം എന്ന് പറഞ്ഞാൽ കീടങ്ങളെ കൊല്ലാണ്. ഈ കൊലപാതകത്തിനോടുള്ള മടുപ്പ് കൊണ്ടോ എന്തോ അറിയില്ല, അദ്ദേഹത്തിൻ്റെ സാംസ്കാരികമായ, ചരിത്രപരമായ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യപരമായ എന്തോ അതിനോടുള്ള ഒരു മടുപ്പും വെറുപ്പും അല്ലെങ്കിൽ ഒരു കുറ്റബോധവും ഒക്കെ കാരണം അദ്ദേഹം ജോലി രാജിവെച്ച്, അതായത് ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ജോലി രാജിവെച്ച് നാട്ടിൽ തിരിച്ചു പോവുകയാണ്. ഞാൻ ചുരുക്കി പറയാണ്, ഒറ്റ വൈക്കോൽ വിപ്ലവത്തിൻ്റെ സംഗ്രഹം. അങ്ങനെ അദ്ദേഹം സ്വന്തം പിതാവിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ഓറഞ്ച് തോട്ടത്തിലേക്ക് പോയിട്ട് ആ തോട്ടം പരിപാലിച്ച് അവിടെ അങ്ങനെ കൂടും. അപ്പോൾ എന്തായാലും ഈ കീടങ്ങളെയൊക്കെ കൊല്ലുന്നതിൽ നമുക്ക് പങ്ക് വേണ്ടല്ലോ, സ്വന്തമായിട്ടുള്ളൊരു പങ്ക് ആവശ്യമില്ല, ചെറിയ രീതിയിൽ ജീവിച്ചാൽ മതി എന്നുള്ള നിൽക്കാണ് ഇപ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം അവിടെ തോട്ടങ്ങളൊക്കെ തോട്ടത്തിലെ ഓറഞ്ച് തോട്ടമാണ്, അതിൽ പ്രവർത്തനം തുടങ്ങി. പക്ഷേ അതിലൊന്നും അദ്ദേഹത്തിന് ഒരു സംതൃപ്തി വരുന്നില്ല. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അവിടെയും ഇപ്പോൾ ഈ പല കീടങ്ങളെ നശിപ്പിക്കുക, അതാക്കുക, കീടനിയന്ത്രണം, ഇതൊക്കെ വേണമെന്നില്ല അവിടെ, ഒക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ഭൂതോദയം ഉണ്ടായി. അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യമായിട്ട് മനുഷ്യൻ്റെ ചിന്താഗതിയെ മാറ്റിയ ഒരു ഭൂതോദയം, ഒരു വഹയ്. അതായത് 20-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ് നബിയാണെന്നോ അല്ലെങ്കിൽ
ക്രിസ്തുദേവനാണെന്നോ അല്ലെങ്കിൽ മോസസ് ആണെന്നോ നമുക്ക് പറയാവുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ മസനോബു ഫുക്കുവോക്ക. എന്താണിത്? അദ്ദേഹം അങ്ങനെ അതിൽ വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ CP ഗംഗാധരൻ മാഷ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒറ്റ വൈക്കോൽ വിപ്ലവം അല്ലെങ്കിൽ വൺ സ്ട്രോ റെവല്യൂഷൻ എന്നത്. അതിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് അത് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അത് അനുസരിച്ച് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അരണ്യത്തെ നിരീക്ഷിച്ചിരിക്കുമ്പോൾ ആണ് അദ്ദേഹത്തിന് ആ ഭൂതോദയം ഉണ്ടായത്. എന്താണത്? പ്രകൃതിയാണ് പെർഫെക്റ്റ്, അല്ലെങ്കിൽ പ്രകൃതി, ഈ സൃഷ്ടിയിലുള്ള പ്രകൃതിയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള വ്യവസ്ഥ. അത് പെർഫെക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കൃഷിയിൽ മനുഷ്യൻ ചെയ്യുന്ന പല കാര്യങ്ങളും അബദ്ധമാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള എന്താ പറയുക, ആ വിഷനിൽ അദ്ദേഹം അതോടുകൂടി തന്നെ ഒന്നുകൂടി മാറി ചിന്തിക്കുക. എന്താണ് മാറ്റം? ഇതുവരെ കർഷകർ ചെയ്തിരുന്നത്, അത് ഈ കൃഷി തുടങ്ങിയ അന്ന് മുതൽ, ആ കാലം മുതൽ കർഷകൻ്റെ ഒരേ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരേ ഒരു നിരീക്ഷണവും പഠനവും ദൗത്യവും എന്താണെന്ന് വെച്ചാൽ, എന്തെല്ലാം ചെയ്താലാണ് കൂടുതൽ വിളവുണ്ടാവുക, എന്തെല്ലാം ചെയ്താണ് കൂടുതൽ വിളവുണ്ടാവുക എന്ന പരമ്പരാഗതമായ കൃഷി തുടങ്ങിയ അന്ന് മുതലുണ്ടായിരുന്ന ആ അന്വേഷണത്തെ അദ്ദേഹം ഒന്ന് ദിശ മാറ്റിവെക്കുകയാണ്. എന്താണ്? എന്തൊക്കെ ചെയ്യാതെ, ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ വിളവുണ്ടാവുക? എന്താ വേണ്ടത്? കൂടുതൽ കൃഷിക്കാരൻ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യം വേണം. പക്ഷേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും പ്രകൃതിയെ തോൽപ്പിക്കാനും പ്രകൃതിയെ കീഴടക്കാനും പ്രകൃതിയെ വെല്ലുവിളിക്കാനുള്ള കാര്യങ്ങളാണ്. അതിൽ കാര്യമില്ല. പ്രകൃതിയാണ് യഥാർത്ഥത്തിൽ ഈ വിളവുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അത് തെളിയിക്കാൻ കഴിയും. എന്താണ്? ഇപ്പോൾ കാട്ടിലാണ് ഏറ്റവും കൂടുതൽ വിളവുണ്ടാവുക. ഇപ്പോൾ കാട്ടിലെ കൃഷിയിൽ, കാട്ടിൽ പൂനം കൃഷി, ഇപ്പോൾ ഈ ആദിവാസികളൊക്കെ പണ്ട് ചെയ്തിരുന്നു അട്ടപ്പാടിയിലൊക്കെ. ഇപ്പോഴും വളരെ ചെറിയ 1-2 ഊരുകളിൽ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടേക്കുള്ള വിളവ് ഈ സാധാരണ നിലവിലുള്ള വിളവിൻ്റെയൊക്കെ എത്രയോ കൂടുതലാണ്. ഇത് അവിടെ രാസവളവും കീടനാശിനിയും മറ്റുള്ളതൊന്നും ചെന്നിട്ടല്ല. ആ മണ്ണിൻ്റെ പ്രത്യേകത. മണ്ണ് ആരാണ് ഉണ്ടാക്കിയത്? അത് പ്രകൃതിയാണ് ഉണ്ടാക്കിയത്. അത് പ്രകൃതി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതായത് മണ്ണിൻ്റെ കാർബൺ കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ച് അവിടെ തന്നെ നേരത്തെ പറഞ്ഞ പോലുള്ള ജീവൻ്റെ സാധ്യതകൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. വളരെ ചെറിയ ഫംഗസ് മുതൽ ബാക്ടീരിയകൾ മുതൽ ചെറിയ ജീവികൾ മുതൽ സൂക്ഷ്മജീവികളും സ്ഥൂല ജീവികളും വലിയ ജീവികൾ വരെയുള്ളതൊക്കെ തന്നെ ഉണ്ടാവാനുള്ള കാരണം മണ്ണിൻ്റെ ജീവനാണ്. മണ്ണിൻ്റെ ജീവൻ എന്നാൽ അവിടെയുള്ള ജന്തുക്കളും സസ്യങ്ങളും ബാക്ടീരിയകളും മറ്റുള്ള പ്രോട്ടോസോവകളും ഒക്കെ എല്ലാ ജീവൻ്റെ എല്ലാ അംശങ്ങളും കൂടിയ ആ ജീവനാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള ഓരോ ജീവിക്കുന്ന ഓരോ ചെടിയുടെയും ഓരോ ജന്തുവിൻ്റെയും ആരോഗ്യത്തെ നിശ്ചയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ മനുഷ്യന് പ്രത്യേകിച്ച് കൈകടത്താനാവില്ല.
എന്ന ബോധ്യം അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ മാറി ചിന്തിക്കാൻ, എന്താണ് മാറി എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ വെള്ളം ഉണ്ടാവുക. ചെയ്യാതിരിക്കണത് എന്തൊക്കെയാണ്? അപ്പോൾ മണ്ണിളക്കണോ? വേണ്ട. കാരണം കാട്ടിൽ മണ്ണിളക്കിയിട്ടല്ലല്ലോ. അതേപോലെ തന്നെ വളമിടണോ? വേണ്ട. അതേപോലെ തന്നെ കീടനിയന്ത്രണം വേണോ? വേണ്ട. കാരണം ആ ആരോഗ്യമുള്ള മണ്ണിൽ, ജീവനുള്ള മണ്ണിൽ, ജീവൻ്റെ സാധ്യതക്കനുസരിച്ച് ആ മണ്ണിൽ കീടങ്ങൾ ഉണ്ടാവില്ല. ആരോഗ്യമുള്ള സസ്യങ്ങളും ആരോഗ്യമുള്ള അതിൻ്റെ ഫലങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ കേടുണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ അങ്ങനെ അതേപോലെ അതിനൊക്കെ കാരണം മണ്ണിൻ്റെ സമ്പുഷ്ടിയാണ്. ഒരു വലിയ പറയുകയാണെങ്കിൽ കാർബൺ കണ്ടൻ്റാണ്. അത് മാത്രമാണെന്ന് അഭിപ്രായമല്ല കേട്ടോ. എന്തായാലും അത് തീരെ ഇല്ലാത്തതാണ് മരുഭൂമികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സസ്യത്തിൻ്റെ ആരോഗ്യം എന്നതും അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. നേരെ മറിച്ച് എന്തൊക്കെ വിഷം കൊടുക്കുന്നോ അത്ര കണ്ട് സസ്യത്തിനാണെങ്കിലും ജന്തുക്കൾക്കാണെങ്കിലും മനുഷ്യനാണെങ്കിലും ആരോഗ്യം നശിക്കുകയേ ചെയ്യുള്ളൂ എന്ന ഒരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അപ്പോൾ അതുവഴി ഈ കൃഷി എന്ന യജ്ഞത്തിന്, പരമ്പരാഗതമായ മനുഷ്യൻ്റെ സംസ്കാരം തുടങ്ങിയ അന്ന് മുതലുള്ള കൃഷി എന്ന സംസ്കാരത്തിന് ഒരു പുതിയ ദിശ. എന്താണ് ദിശ? എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ വിളവുണ്ടാവുക. ഇന്നിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ പല കാര്യങ്ങളും അർത്ഥമില്ലാത്തതോ അപകടകരമോ അല്ലെങ്കിൽ മണ്ണിനെയും പ്രകൃതിയെയും നശിപ്പിക്കുന്നതോ ആണ് എന്ന ബോധ്യം ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എന്തൊക്കെ ഒഴിവാക്കാം എന്നതിനുള്ള ഒരു പുതിയ ദിശ കാണിച്ചു തരികയുമാണ് ഒറ്റ വൈക്കോൽ വിപ്ലവത്തിലൂടെ മസനോ ഫുക്കുവോക്ക ചെയ്തത്. അതാ ഈ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാൻ നടത്തും. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ വിദ്യാഭ്യാസത്തിലും അതേപോലെ ചികിത്സയിൽ അല്ലെങ്കിൽ രോഗ ചികിത്സയിലും അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിലേക്കും ഈ സംഭവം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അതിലൊക്കെ തന്നെ വിദ്യാഭ്യാസത്തിൽ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ പഠിപ്പിക്കുക എന്നുള്ളതല്ല വേണ്ടത്, കുഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ബാഹ്യ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെ കുഞ്ഞ് പഠിക്കുമ്പോഴാണ് ബാഹ്യമായ സമ്മർദ്ദങ്ങൾ, ഭീഷണി, ശിക്ഷകൾ അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് ആണ് അങ്ങനെയുള്ള മാനസികമായ സമ്മർദ്ദം, ബാഹ്യമായ സമ്മർദ്ദങ്ങൾ ഇരിക്കുമ്പോഴാണ് ആ കുഞ്ഞിൻ്റെ തലച്ചോറ് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി, ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവായിട്ട്, ഏറ്റവും കൂടുതൽ സർഗാത്മകമായ രീതിയിൽ തലച്ചോറ് പ്രവർത്തിക്കുക എന്നുള്ളതും അതുവഴി വിദ്യാഭ്യാസം എന്നത് പരമാവധി കുഞ്ഞുങ്ങളെ ബാഹ്യമായ സമ്മർദ്ദങ്ങളോ ഭീഷണിയോ ശിക്ഷയോ ഇല്ലാതെ വളരുമ്പോഴാണ് അത് നടക്കുക എന്നുമാണ് ഇതേ സിദ്ധാന്തം കൊണ്ടുവരുന്നത്. ആ സിദ്ധാന്തത്തിൻ്റെ കാർഷിക രംഗത്തുള്ള ഇതാണ് എന്ത്? മണ്ണിനെ സംരക്ഷിക്കുക, മണ്ണിനെ പരമാവധി പോഷക മൂല്യമുള്ളതാക്കാനുള്ള പ്രകൃതിയുടെ രീതികളെ അംഗീകരിക്കുക. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണം ഒരു തെങ്ങിൻ്റെ തോപ്പാണെന്ന് വിചാരിച്ചോളൂ.
അതിൽ ഈ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ അതിൻ്റെ മണ്ണിളക്കാൻ എല്ലാ കൊല്ലത്തിലും ഒരിക്കലും വളമിട്ട് കൊടുക്കും. അത് വേണ്ട. എന്താ വേണ്ടത്? ആ മണ്ണിൽ നിന്ന്, ആ തെങ്ങിൽ നിന്ന് കിട്ടിയ വേസ്റ്റുകളുണ്ടല്ലോ, ഓല, മടല്, ചകിരി, ചിരട്ട, ഇതൊക്കെ തന്നെ തിരിച്ചങ്ങോട്ട് കൊടുത്താൽ തന്നെ ആ ഒരു തെങ്ങിൽ നിന്ന് വളരെ കൂടുതൽ, എൻ്റെ അഭിപ്രായത്തിൽ ഒരു അര അടിക്കെങ്കിലും ഒരു കൊല്ലത്തിൽ പിന്നെ അതിൻ്റെ മുകളിൽ പുതയിടാൻ കഴിയും. ഈ പുത ഇട്ടാൽ എന്താണ്? പുത മാത്രം ഇട്ടാൽ തന്നെ ആ മണ്ണ് കൂടുതൽ നന്നായിക്കൊണ്ടിരിക്കും. ഇനി പുതയുടെ കൂടെ നിങ്ങൾ കുറച്ച് അതിൻ്റെ ഒരു ബാക്ടീരിയൽ സൊല്യൂഷനായിട്ട് കുറച്ച് ചാണകം കലക്കിയിട്ട് അതും കൂടി ഒന്നുകൂടെ ഒഴിച്ച് കൊടുത്ത് നോക്കിയുണ്ട്. എന്നാൽ അവിടെയുള്ള ആ ബാക്ടീരിയകളും മറ്റ് കീടങ്ങളും കൃമികളും വണ്ടുകളും ചിരട്ട ഈ മണ്ണരകളും ഇങ്ങനെയുള്ള അനേകം ജീവി, ഇതൊക്കെ സസ്യത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്ന, പാചകം ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ഒരു സമൃദ്ധമായ റൂട്ട് സോണായിട്ട് അത് മാറും. അങ്ങനെ കൂടുതൽ വിളവുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, കാരണം ഈ ചിരട്ട സാധാരണ ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ ഏകദേശം ഒരു 4 കൊല്ലം പിടിക്കും അത് രണ്ടാമത് മണ്ണാവാൻ. ചിരട്ട നമ്മൾ അങ്ങോട്ട് ഇട്ടാൽ അപ്പം അങ്ങനെ ഇരുന്ന് വെയിലും പിന്നെ മഴയൊക്കെ കൊണ്ട് അത് ഒരു 4 കൊല്ലം കൊണ്ടേ അത് പൊടിഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ തന്നെ 4 കൊല്ലം കഴിഞ്ഞാലെങ്കിലും ആ തെങ്ങിന് അടുത്ത തേങ്ങയിൽ ചിരട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ചിരട്ടയാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ വളം. അപ്പം ചിരട്ട തെങ്ങ് ഉണ്ടാക്കുന്നതാണ് ചിരട്ട. ആ ചിരട്ട ഉണ്ടാക്കാൻ തെങ്ങിനാണെങ്കിൽ പോലും ഏറ്റവും നല്ല വളം ചിരട്ട തന്നെയാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഓലകൾ അല്ലെങ്കിൽ മടലുകൾ, അതിൻ്റെ ഇതൊക്കെ തന്നെ പരമാവധി അവിടെ തന്നെ ആ തെങ്ങിന് തന്നെ ഭക്ഷിക്കാൻ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ മണ്ണ് വളരെ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ സാവധാനത്തിൽ അതിൻ്റെ സ്വാഭാവികമായ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് മണ്ണ് നന്നായിക്കൊണ്ടേയിരിക്കും. മണ്ണിലുള്ള ജീവികളും നന്നായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അതിന് ഏറ്റവും നല്ല ആരോഗ്യം ഉണ്ടാകും. ഇതാണ് നമ്മൾ പറഞ്ഞതെന്നർത്ഥം. ഇതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് ഈ ഫുക്കുവോക്ക 80കളിലാണ് ഈ ഒറ്റവൈക്കോൽ വിപ്ലവം നമ്മളെ ഇന്ത്യ രാജ്യത്തൊക്കെ വന്നത്. ആ 80കളുടെ അവസാനം തന്നെ, അല്ലെങ്കിൽ അവസാനത്തിൽ തന്നെ അത് മലയാളത്തിലേക്ക് നമ്മളെ CP ഗംഗാധരൻ മാഷ് അതിമനോഹരമായിട്ട് തന്നെ തർജ്ജമ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി, ഒറ്റവൈക്കോൽ വിപ്ലവം. അത് ആദ്യമായിട്ട് ഒരു പരീക്ഷണം നടത്തിയത് മധ്യപ്രദേശിലെ റസൂലിയയിൽ വെച്ചാണ്. റസൂലിയയിൽ അന്നത്തെ പ്രതാപ ഗർവ, അതായത് JNUവിലെ കുറേ ബുദ്ധിജീവികളും അന്ന് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിലായിരുന്ന പല വലിയ ഉന്നത ഉദ്യോഗസ്ഥർ, ഈ ബുദ്ധിജീവികളായ കുറച്ച് ആൾക്കാരും കൂടിയിട്ട് ഈ ഒറ്റവൈക്കോൽ വിപ്ലവം പരീക്ഷിക്കാനായിട്ടാണ് റസൂലിയയിൽ കുറച്ച് സ്ഥലം വാങ്ങി അവരതിൽ പരീക്ഷണങ്ങൾ നടത്തി ഒറ്റവൈക്കോൽ വിപ്ലവത്തിൻ്റെ. അങ്ങനെ പരീക്ഷണം നടത്തിയതിൽ കേരളത്തിൽ പരീക്ഷണം നടത്തിയതാണ് നമ്മുടെ അട്ടപ്പാടിയിൽ സാരംഗ്, വിജയലക്ഷ്മി ടീച്ചറുടെയും സാരംഗ് ഗോപാലകൃഷ്ണൻ്റെയും നേതൃത്വത്തിൽ അന്നത്തെ കുറേ തൃശ്ശൂരിലുണ്ടായിരുന്ന ബുദ്ധിജീവികൾ ഒന്നായിട്ട് കൂടിയിട്ട് കുറച്ച് സ്ഥലം വാങ്ങുകയും അവിടെ അവർ കൃഷി അല്ലെങ്കിൽ ഒറ്റവൈക്കോൽ വിപ്ലവത്തിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടങ്ങി. എന്തായാലും അങ്ങനെയാപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും, അവിടെ വരണ്ടു പോയ ഒരു ചെറിയ തോട് അവിടെ രണ്ടാമത് തിരിച്ച് പുനർജനിച്ചു എന്നും, അവിടെ പിന്നെ മൊട്ടയായിരുന്ന കുന്ന് ഒന്നായിട്ട് കാടായപ്പോൾ അവിടെ സമൃദ്ധമായ ജലം കിട്ടാൻ തുടങ്ങിയെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തായാലും പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഈ കൃഷി കൊണ്ട് എന്താണോ ഉണ്ടാവുന്നത് അതിന് വിപരീതമായ രീതിയിലേക്ക് കൃഷി തന്നെ, അല്ലെങ്കിൽ ആധുനിക കൃഷി മാറുന്ന ഒരവസ്ഥയാണ് കാണുന്നത്.
എങ്ങനെയാണ് ഈ മരുഭൂമി ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ഈ തോടായ തോടും ഉറവയൊക്കെ വറ്റാനുണ്ടായ കാരണം കാട് നശിപ്പിച്ചതാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വലിയ പരിധിവരെ കൃഷിക്കാണ്. അപ്പോൾ കൃഷിക്ക് വേണ്ടിയിട്ട് കാടും അല്ലെങ്കിൽ മരങ്ങളും അല്ലെങ്കിൽ പച്ചലകളും നശിപ്പിച്ച് മരുഭൂമിയാക്കുന്നത് നിന്ന് തിരിച്ച് മരുഭൂമികളെ മലർവാടികളാക്കുന്ന പുതിയ രീതി യഥാർത്ഥത്തിൽ ഈ 21-ാം നൂറ്റാണ്ടിലെ മസനോബു ഫുക്കുവോക്ക കൊണ്ടുവന്നു. ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ കൃതിയിലൂടെ കൊണ്ടുവന്ന ആശയത്തിലൂടെ ഉണ്ടായി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതല്ലാതെ ഈ സ്വന്തം കാര്യത്തിനായിട്ട്, സ്വന്തം ലാഭത്തിനായിട്ട് ഈ അധികാരികളുടെ സഹായത്തോടു കൂടിയും അന്ന് പ്രമാണിമാരുടെ സഹായത്തോടു കൂടിയും ഈ യൂറോപ്യന്മാരും അതേപോലെ ബഹുരാഷ്ട്ര കുത്തകളും പടച്ചുവിടുന്ന നുണകളെ പൂർണ്ണമായും അംഗീകരിക്കുന്നത് ബുദ്ധിഹീനമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് വിദ്യാഭ്യാസത്തിലും അതേപോലെ തന്നെ കൃഷിയിലൊക്കെ തന്നെ ഉള്ളത്, കൃഷിയിലും ചികിത്സയിലൊക്കെ ഉള്ളത്. യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ചാണ് നമ്മളൊക്കെ അവിടെ ഉള്ളത്. ആ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ. ആ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് നീങ്ങുമ്പോൾ, നമ്മൾ വിവേകപൂർവം നീങ്ങുമ്പോൾ പ്രകൃതിയെ തോൽപ്പിക്കാൻ മനുഷ്യനാവും എന്ന ചിന്ത തന്നെ അബദ്ധമാണെന്ന് മനസ്സിലാവും. നേരെ മറിച്ച് ഇന്നിപ്പോൾ ആൾക്കാരുടെയൊക്കെ വിചാരം ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോടുകൂടി അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റീം എഞ്ചിനോടുകൂടി മനുഷ്യൻ പ്രകൃതി അങ്ങോട്ട് കീഴടക്കുന്ന, അതൊക്കെ തന്നെ പ്രകൃതിയുടെ ഭാഗമായിട്ട് പ്രകൃതിയുടെ നിയമം അനുസരിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊന്നും പ്രകൃതിയെ തോൽപ്പിക്കാനൊന്നും, അല്ലെങ്കിൽ ഭൂമിയുടെ കറക്കം മാറ്റാമെന്നോ, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ മാറ്റാമെന്നോ, അല്ലെങ്കിൽ സൂര്യന് ചുറ്റുമുള്ള ആ ഭൂമിയുടെ കറക്കം മാറ്റാമെന്നൊക്കെ വിചാരിക്കുന്നത് പോലെ അബദ്ധം തന്നെയാണ്. യഥാർത്ഥത്തിൽ പ്രകൃതിയെ നമുക്ക് തോൽപ്പിച്ച് പ്രകൃതിയെ നമുക്ക് കീഴടക്കാമെന്നും പ്രകൃതിയിൽ നമ്മൾ വിചാരിച്ച് ജീവികളൊക്കെ നശിപ്പിച്ചിട്ട് ആസുരമായ അവസ്ഥയിൽ നമുക്ക് മാത്രം ജീവിക്കാമെന്നുള്ളതൊക്കെ മൗഢ്യമാണ്. അത് മുൻകാലങ്ങളിൽ, അതായത് സാമാന്യ ആപേക്ഷികതയ്ക്ക് മുമ്പുണ്ടായിരുന്ന ന്യൂട്ടോണിയൻ ഫിസിക്സിലെ ആ കാലത്തുണ്ടായിരുന്ന മനുഷ്യൻ്റെ ശാസ്ത്രജ്ഞൻ എന്ന അന്നത്തെ പുരാതന ശാസ്ത്രജ്ഞൻ്റെ മനോഭാവമാണ്. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിയെ തോൽപ്പിക്കുക എന്നുള്ളത് അവന് സാധ്യമല്ല. ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നത് പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ചാണ്. ആ നിയമങ്ങൾക്കനുസരിച്ച് പ്രകൃതിയെ വെല്ലാൻ, പ്രകൃതിയിലുണ്ടാവുന്ന വിളവ് ഒരിക്കലും മനുഷ്യനുണ്ടാക്കിയുണ്ടാവില്ല. അതിൻ്റെ കുറവേ അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, കാട്ടിലൊക്കെ ഉള്ള ഒരു മരത്തിൻ്റെ, അല്ലെങ്കിൽ കാട്ടിൽ നിങ്ങളൊരു വിത്തിട്ട് നോക്കൂ. അവിടെ ഇപ്പോഴും പൂനം കൃഷിയൊക്കെ നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മൾ ഇടുന്ന വിത്തിനുണ്ടാവുന്ന വിളവ്, അവിടെ നമ്മളൊരു വളങ്ങൾ ചേർത്തിട്ടല്ല. ഞാൻ പറഞ്ഞു വന്നത് അതേപോലെ കീടനാശിനി പ്രയോഗിച്ചിട്ടല്ല. അവിടെ സ്വാഭാവികമായി തന്നെ മണ്ണിൻ്റെ ജീവൻ, മണ്ണിൻ്റെ സമൃദ്ധി, മണ്ണിൻ്റെ കാർബൺ കണ്ടൻറ്റ്, അതേപോലെ തന്നെ മണ്ണിൻ്റെ ജീവികളുടെ പ്രവർത്തനം, വളരെ ചെറിയ സൂക്ഷ്മജീവികൾ മുതൽ സ്ഥൂലജീവികൾ വരെയുള്ള പ്രവർത്തനത്തിൻ്റെ ആകത്തുകയാണ് അവിടെയുള്ള ഓരോ സസ്യത്തിൻ്റെയും, അത് അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കാനാക്കി ഉണ്ടാക്കുന്ന അതിൻ്റെ വിളവുകളുടെ അടിത്തറ. അത് ഒരു കീടനാശിനിയും
ഒരു രാസവളത്തിനും അത് കൂട്ടാൻ കഴിയില്ല, അതിൻ്റെ ജീവനെ നശിപ്പിക്കാനേ കഴിയും. ഇതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതാണ് 22-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ അപ്പോഴേക്കെങ്കിലും ഈ ബഹുരാഷ്ട്ര കുത്തകളുടെയും അതേപോലെ തന്നെ ലോകം മുഴുക്കെ കോളനികളാക്കി വെച്ച നാറ്റോ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിൽ കഴിയുന്ന അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെയും ആ കൊമ്പും അവരുടെ ആധിപത്യവും നശിക്കുന്നതോടുകൂടി തന്നെ മനുഷ്യൻ യഥാർത്ഥ സയൻസിലേക്ക്, അന്യോന്യം ചൂഷണം ചെയ്യാത്ത സയൻസിലേക്ക് വരുന്നതോടുകൂടി നമ്മൾ തന്നെ എന്തൊക്കെ ഒഴിവാക്കിയാലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്ന മസനോബു ഫുക്കോക്കയുടെ ഈ പുതിയ ദർശനത്തിലേക്ക്, നവദർശനത്തിലേക്ക് നമ്മളെത്തും, മനുഷ്യനെത്തും എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് 20-ാം നൂറ്റാണ്ടോടുകൂടി 20-ാം നൂറ്റാണ്ടിൽ അവതരിപ്പിക്കപ്പെട്ട നവദർശനം എന്താണ്? മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്. മനുഷ്യൻ ഒരിക്കലും പ്രകൃതിയെ ജയിക്കാനാവില്ല. പ്രകൃതിയെ മനസ്സിലാക്കി പരമാവധി പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയോടനുസരിച്ച് വിവേകപൂർവം നീങ്ങുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വിളവുണ്ടാവും. അതിൻ്റെ പുതിയ അവതാരങ്ങളാണ് എസ് എ ദബോൽക്കർ എന്ന പ്രൊഫസർ എസ് എ ദബോൽക്കർ, ഗണിതശാസ്ത്ര പ്രൊഫസറായിരുന്ന എസ് എ ദബോൽക്കർ അവതരിപ്പിച്ച പ്ലൻറ്റി ഫോർ ആൾ എന്ന കൃതിയും അതിനുശേഷം സുഭാഷ് പലേക്കർ എന്ന മഹാരാഷ്ട്രക്കാരൻ തന്നെ അവതരിപ്പിച്ച സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്നത്. അതിലൊന്നും തന്നെ രാസവളങ്ങളോ കീടനാശിനിയോ ഇല്ല. മാത്രമല്ല എല്ലാ വർഷവും അടുത്ത വർഷം കൂടുതൽ വിളവ് എന്നത് മാത്രമേ അതിലേക്കുള്ളൂ. അങ്ങനെയുള്ള പുതിയ ദർശനത്തിലേക്ക് മനുഷ്യൻ മാറുന്നതോടുകൂടി മനുഷ്യന് ഇപ്പോൾ ഈ കൃഷി എന്ന സംസ്കാരം ഉണ്ടായ അന്ന് മുതൽ ഉണ്ടായ മരുവൽക്കരണം എന്നത് ഈ മരുഭൂമികളൊക്കെ തന്നെ തിരിച്ച് മലർവാടികളാക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ കൃഷി എന്നത് എത്തും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അത് 22-ാം നൂറ്റാണ്ടോടുകൂടി എത്താനാണ് സാധ്യത. അതിനു മുമ്പ് ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കട്ടെ, അല്ലെങ്കിൽ ചർച്ച ചെയ്യട്ടെ, അല്ലെങ്കിൽ സംവാദങ്ങൾ എങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് കാരണം. എന്തായാലും എല്ലാവർക്കും നന്ദി, ബഹുത്ത് ശുക്രിയ എന്നേ പറയാനുള്ളൂ. ഈ അടുത്ത ദിവസം നമ്മൾ ചികിത്സയെക്കുറിച്ചിട്ട് സംസാരിക്കാം എന്നുദ്ദേശിക്കുന്നു. ജയ് ഹിന്ദ്.